ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നാളെ വട്ടിയൂർക്കാവിൽ നവകേരള സദസ് അവസാനിക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ശ്രീ മഞ്ജുഷ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞിരുന്ന കുറേയധികം ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് പോലും ഇടയ്ക്ക് വെച്ച് വഴിമാറ്റി വിടുന്നത് നമ്മൾ കണ്ടതാണ്. പരാതി സ്വീകരിക്കുക എന്നതിനെ പോലും അതിനെ ടെക്നിക്കലി സാങ്കേതികമായിട്ട് അതിന്റെ പേര് മാറ്റിക്കൊണ്ട് നിവേദനം എന്ന രീതിയിലത്തേക്ക് അതിനെ മാറ്റുന്നു. അപ്പൊ നിവേദനമാകുമ്പോൾ അത് കേവലം പരാതി മാത്രമാവില്ല, സജഷൻസും ഒക്കെ ആകാം. അങ്ങനെ നിവേദനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ പറയുന്നു. അപ്പൊ പരാതി എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നതിനുള്ള മിനിമം സഹിഷ്ണുത പോലും ഇല്ലാത്ത ഒരു ജനകീയ സർക്കാർ എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അപ്പൊ ആ രീതിയിലത്തേക്ക് ഈ സർക്കാരിന്റെ ശരിയായ മനോഭാവത്തെ തുടർന്ന് കാട്ടിയ ഒരു മാസമായിരുന്നു ഈ കടന്നു പോയത് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. തന്നെയുമല്ല, ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഈ യാത്രയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ്. എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് ശ്രീ സതീശന്റെ ഒരു ബൈറ്റ് പ്ലേ ചെയ്തു. അതിൽ പറയുന്നത് പോലെ സപ്ലൈകോയിൽ ഉൾപ്പെടെ ഡിസ്കൗണ്ടഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന രീതിയിലുള്ള പരാതി വ്യാപകമായിട്ട് വരുന്നുണ്ട്. സംസ്ഥാനത്തുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് അരക്കൊല്ലമാകാറായി. അതിനിടയ്ക്ക് ഒരു തവണ കൊടുത്തു, ഡിസംബറിൽ ചിലപ്പോൾ ഒരു തവണ കൂടി കൊടുക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്ന സമയത്ത് പോലും നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഫണ്ടില്ല എന്ന രീതിയിലത്തേക്ക് പറയുന്ന അവസ്ഥയിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന പരാതി എന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്താണ്? ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരും സ്വാഭാവികമായിട്ട് ഇതിലൊരു പരാതിയുമായിട്ട് വരും. അപ്പൊ അങ്ങനെ വരേണ്ടുന്ന പരാതികളെ പോലും ആ എണ്ണം വളരെ കൂടുതലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിവേദനം എന്ന രീതിയിലത്തേക്ക് സാങ്കേതികമായിട്ട് അതിന്റെ പേര് മാറ്റിയിരിക്കുന്നു. തന്നെയുമല്ല, ഈ അകമ്പടി സേവിച്ചുകൊണ്ട് ഇതിന് പിന്നാലെ അക്രമികൾ പോകുന്നു എന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലത്തേക്കുള്ള ഒരു യാത്ര, അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഇതിനെ ജനങ്ങൾ ഏത് രീതിയിൽ ഏത് അർത്ഥത്തിൽ ഏറ്റെടുത്തു എന്നാണ് ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഒഴുകിയെത്തുന്നു ഓരോ മണ്ഡലത്തിലും എന്നുള്ളതാണ്. ഇന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. അത് കണ്ടുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന് അലർജി ബാധിച്ചിരിക്കുന്നത് എന്ന്. അല്ല, നോക്കൂ, അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പ്രാദേശികമായിട്ട് അവിടുത്തെ ഒരു മേയർ ആയിക്കോട്ടെ വരുന്ന സമയത്ത് അവിടേക്ക് ആൾക്കാർ ഒഴുകിയെത്തും. അതൊരു കൗതുകമാണ്. അതിപ്പോ ഇവരാരും ഭരണത്തിലുള്ള ആൾക്കാരല്ല, കോൺഗ്രസ്സുകാർ പോയി കഴിഞ്ഞാലും ഉണ്ടാകും. അതല്ല, നിലവിലത്തെ മന്ത്രിസഭയിലില്ലാത്ത പഴയ മന്ത്രിസഭയിലുള്ള ആൾക്കാരെ നിങ്ങൾ ഒരു ബസ്സിൽ ഇതേപോലെ കുത്തി നിറച്ച് കൊണ്ടുപോയിക്കോളൂ, ആൾക്കാർ വരും. അപ്പൊ അങ്ങനെ വന്ന് കാണുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇതിന്റെ വിജയത്തിന്റെ മാനദണ്ഡം എന്നാണോ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അതായിരിക്കണമായിരുന്നു. നോക്കൂ, ഞങ്ങൾ ഈ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഹൗസ്ഫുൾ ആക്കിയിട്ട് നമ്മളിത് കാണിച്ചു തരാം എന്ന രീതിയിലത്തേക്ക് ഇവർ പറയണമായിരുന്നു. അങ്ങനെയുള്ള ഒരു നവംബർ ഡിസംബർ റിലീസ് ആയിരുന്നു ഈ പരിപാടി എങ്കിൽ ശരിയാണ്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇതിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ഞാൻ പറയുന്നത്, ഇത് തീരുന്ന സമയത്തേക്ക് ഇതിൽ ഏറ്റെടുക്കാനായിട്ട് ജനങ്ങൾക്ക് എന്താണുള്ളത്? അവർക്ക് ഈ പറയുന്നത് പോലെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ സപ്ലൈകോയിൽ കിട്ടുന്ന സാധനങ്ങളോ ക്ഷേമ പെൻഷനോ ഒക്കെ മുടങ്ങിയതിന്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ബസ് നിറയെ ആൾക്കാർ വരുന്നതിൽ ഏറ്റെടുക്കാനായിട്ട് എന്താണ് ശ്രീ മഞ്ജുഷ് ഉള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിർബന്ധമായി പൂർണ്ണ സമയം ഇവിടെ ഹാജരായിരിക്കണമെന്ന് മേലധികാരികൾ പല ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി അങ്ങനെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒഴുകിയെത്തുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും വന്ന് ഈ കസേരകൾ നിറയ്ക്കുകയായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും പൂർണ്ണ സമയം ഇത് അറ്റൻഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്? അതിന്റെ പേരിൽ പിന്നീട് എന്തിനാണ് കോടതി ഇടപെടേണ്ടി വരുന്നത്? ഞങ്ങൾ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്, വേറെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? ഇതെല്ലാം ഇതിന്റെ സംഘാടകർക്ക്, ഇതിൽ അഭിരമിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ലേ? ഈ യാത്ര ഒരു 4-5 ജില്ല കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ആ പറഞ്ഞ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ള കാര്യം ഇവർക്കൊക്കെ ബോധ്യമുള്ളതല്ലേ? എത്ര പറഞ്ഞാലും അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കല്യാശ്ശേരി കടന്നപ്പോൾ തന്നെ ഈ തല്ലി ഒതുക്കുവാനുള്ള ശ്രമം തുടങ്ങിയതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന അവസ്ഥയിലേക്ക് വന്നു എന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ പരാതി പരിഹരിക്കൽ എന്നുള്ള ഒരു ആംഗിൾ, അതിൽ നിന്ന് മാറിയത് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ എംപിയുടെ പ്രസംഗം മുഖ്യമന്ത്രി തടസ്സപ്പെടുത്തിയതോടെയാണ്. അപ്പോൾ എവിടെ വെച്ചോ ഇതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നു എന്ന തോന്നൽ ഇവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ. ഇത് പദ്ധതി ഈ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം സാധിച്ചെടുക്കുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യുവാൻ കഴിവുള്ളവർ തന്നെയാണല്ലോ LDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത്. പക്ഷെ എവിടെ പിഴച്ചു അപ്പോൾ? അല്ല, നോക്കൂ, അത് അടിമുടി പിഴച്ചിട്ടുണ്ട്. അത് ഒരു തോമസ് ചാഴികാടൻ മാത്രമല്ല അത്തരത്തിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയത്. നമുക്ക് ഒരു സമയത്ത് അറിയാം, കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം കണ്ടപ്പോഴത്തേക്ക്
നിങ്ങളുടെ പ്രതിനിധി അങ്ങ് സംസാരിച്ചങ്ങ് കാട് കയറിപ്പോയി എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ശ്രീമതി കെ ശൈലജയ്ക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവിനെതിരെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാർക്കെതിരെ മുഖ്യമന്ത്രി ഇതിൽ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വൺ മാൻ ഷോ എന്ന രീതിയിലത്തേക്ക് ഇത് വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇതിലൊരു കൗതുകം ഉണ്ടാകും, മാധ്യമങ്ങൾക്ക് ആ കൗതുകം ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെയുള്ള റിയാലിറ്റി എന്താണ്? സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോകലിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളെ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമാണ് പോകുന്നത്. എവിടെയെങ്കിലും ഒരു വേദിയിൽ നിന്നിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയും അതിൽ ബഹുഭൂരിപക്ഷം ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ഗവർണറെ വിമർശിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുന്നോട്ട് പോകലിന് അത് ഏത് രീതിയിൽ സഹായിക്കും എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പിഴച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നവകേരള സദസ്സിന്റെ ഒരു വേദിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിലേത് ഏറ്റവും നല്ല രീതിയിലുള്ള കുറ്റമില്ലാത്ത രീതിയിലുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നു. അതേ ദിവസം തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ ചെന്നിട്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ മുന്നിൽ പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന്. അപ്പൊ കോടതിയുടെ മുന്നിൽ പറയുന്ന ഭാഷ്യമൊന്ന്, നേരെ മറിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ പറയുന്നതൊന്ന്. ഇതെന്താണ് രണ്ടും തമ്മിൽ കോറിലേഷൻ ഇല്ലാത്തത്? നമ്മൾ ഈ സാധാരണക്കാർ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഹൈക്കോടതിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ മറിയക്കുട്ടി എന്ന് പറയുന്ന ആ സ്ത്രീ അവർ കൊടുത്തിരിക്കുന്ന ആ പരാതിയുടെ പുറത്ത് അത് കേൾക്കുന്ന സമയത്ത് എന്താണ്, പണമില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഹൈക്കോടതി എന്താണ് ചോദിച്ചിരിക്കുന്നത്? സർക്കാരിന്റെ ഏതെങ്കിലും പരിപാടികൾക്ക് പണമില്ല എന്നുള്ളത് ഒരു തടസ്സമായിട്ടുണ്ടോ? സർക്കാരിന്റെ ആഘോഷ പരിപാടികൾ ഏതെങ്കിലും നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് നടനും MLA-യുമായിട്ടുള്ള ശ്രീ മുകേഷിന്റെ ആ പ്രശസ്തമായിട്ടുള്ള ആപ്തവാക്യം കോടതി മറ്റൊരർത്ഥത്തിൽ ചോദിച്ചു, അന്തസ് വേണം എന്ന് പറഞ്ഞു. ആൾക്കാരുടെ അന്തസ്സിനെ ബഹുമാനിക്കണം. അല്ലാതെ ഈ പരാതിക്കാരിയായിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങളാലാണ് അവർക്ക് ക്ഷേമ പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ സർക്കാരിന് ആരോടാണ് എന്ത് രീതിയിലുള്ള പ്രതിബദ്ധത? അങ്ങനെ വരുമ്പോൾ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഉയർന്നു വന്ന മറ്റു കാര്യങ്ങൾ, അവിടെ ഈ മറിയക്കുട്ടിയുടെയും കൂട്ടുകാരിയുടെയും ആ പ്രതിഷേധവും ഉണ്ടല്ലോ, അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിനും കൂടി കഴിഞ്ഞില്ല. അത് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയും ചെയ്തു അതിനെതിരെ നടത്തിയ ശ്രമങ്ങൾ. ഞാൻ താങ്കളിലേക്ക് വരാം.